പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു രാത്രിയിൽ ഈശോയോടൊപ്പം നന്ദി പറയുവാൻ നാം ചേരുകയാണ്. പ്രത്യേകമായും നാളത്തെ ദിവ്യബലിയിലെ സുവിശേഷ ഭാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ എല്ലാ സമൂഹങ്ങളെയും, എല്ലാ കുടുംബങ്ങളെയും, ഓരോ വ്യക്തിയെയും ഈശോയുടെ തിരുക്കരങ്ങളിലേക്ക്, ദിവ്യകാരുണ്യനാഥനിലേക്ക് ഈ രാത്രിയുടെ നിമിഷങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നാളെ നാം വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവിൻ്റെ കല്ലറയിൽ ചെല്ലുന്ന മഗ്ദലന മേരി. പിന്നീട് നടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം. ഗുരുവിനെ കാണാതെ സങ്കടപ്പെട്ടു നിൽക്കുന്നവൾക്ക് മുൻപിൽ ഗുരു പ്രത്യക്ഷപ്പെടുമ്പോൾ സങ്കടത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നവൾക്ക് സ്വന്തം മുൻപിൽ നിൽക്കുന്ന ഗുരുവിനെ പോലും തിരിച്ചറിയുവാൻ സാധിക്കാത്ത ഒരവസ്ഥ. പേര് ചൊല്ലി വിളിക്കുമ്പോൾ തിരിച്ചറിയുന്നു അത് ഗുരുവാണെന്ന്. തോട്ടക്കാരനാണെന്ന് കരുതി എവിടെയാണ് ഗുരുവിനെ ഒളിച്ചു വച്ചിരിക്കുന്നതെന്ന് പോലും ചോദിക്കുന്ന മഗ്ദലന മേരി. അവളുടെ സ്നേഹത്തിൻ്റെ ഒത്തിരി ആഴമുള്ള ജീവിതത്തിൻ്റെ നിമിഷങ്ങളിലൊന്നാണിത്. ആയിരുന്ന മറ്റുള്ളവർ തനിക്ക് നൽകിയിരുന്ന മോശമായ അവസ്ഥയിൽ നിന്ന് സുവിശേഷം പറയുന്നത് പോലെ തൻ്റെ ജീവിതത്തിലുള്ള 7 പിശാചുക്കളെ ബഹിഷ്കരിച്ച് ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ നന്മയിലേക്ക് തിരികെ കൊണ്ടുവന്നവൻ്റെ പിന്നാലെ യാത്ര തിരിച്ചവൾ. പിന്നീട് യാത്ര അവനോടൊപ്പം തന്നെയാണ്. കുരിശിൻ്റെ കീഴിൽ നിന്ന് അവൻ മരിക്കുന്ന നിമിഷം വരെ അവനോടൊപ്പം സഞ്ചരിച്ചവൾ. അവനെ സംസ്കരിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും അവനെ തേടി സംസ്കരിച്ചിടത്തിൽ വരുമ്പോൾ അവനെ കാണാതെയുള്ള സങ്കടത്തിൻ്റെ നിമിഷങ്ങൾ. ഇതൊരാത്മാവിൻ്റെ വിങ്ങലാണ്. ദൈവവുമായി ചേർന്ന ആത്മാവിൽ നിന്ന് വേർപെടുത്തപ്പെടുമ്പോൾ വീണ്ടും ദൈവത്തെ, നിത്യ മണവാളനെ അന്വേഷിച്ചു പോകുന്ന ഒരാത്മാവിൻ്റെ സങ്കടകരമായ നിമിഷങ്ങൾ. വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ പറയുന്നത് പോലെ നഷ്ടപ്പെട്ടു പോയ പ്രിയതമനെ, മണവാളനെ അന്വേഷിച്ച് യാത്ര തുടങ്ങിയവൾ അവസാനം ദൈവത്തെ തിരിച്ചറിയുമ്പോൾ, മേരി, നീ എന്നെ നിൻ്റെ ഈ സ്നേഹത്തിൻ്റെ മുൻപിൽ തടവുകാരനാക്കാതെ ഈ ലോകത്തിനപ്പുറത്തുള്ള നിത്യമായ സ്നേഹത്തിലേക്കും ജീവനിലേക്കും പോകുവാൻ വേണ്ടി തയ്യാറെടുക്കണമെന്നുള്ള ഒരു കാര്യം കൂടി അവളെ ഓർമ്മിപ്പിക്കുമ്പോൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമേറുന്ന വിളി അവൾ തിരിച്ചറിയുകയാണ്. അറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവർക്ക് മുൻപിൽ പ്രഘോഷിക്കുവാനുള്ള, തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടുപോലും തനിക്കൊരു സ്ഥാനവുമില്ലാത്ത സമൂഹത്തിൽ തന്നെ രക്ഷിച്ച ദൈവത്തിൻ്റെ മുൻപിൽ അവനെ പ്രഘോഷിക്കുവാനുള്ള ഏറ്റവും മഹനീയമായ ഒരു ദൗത്യം അവളിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ, കൂടെ നടന്നിരുന്ന ശിഷ്യന്മാർക്ക് പോലും പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട തൻ്റെ ദിവ്യ മണവാളനെ അവൾ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വീകരിക്കുമ്പോൾ, ഇത് ജീവിത യാത്രയുടെ മുന്നോട്ടുള്ള സാവധാനത്തിലുള്ള നീക്കത്തിന് നടുവിൽ ദൈവം നൽകുന്ന ഏറ്റവും മനോഹരമായ ദൗത്യത്തിൻ്റെ തുടക്കം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സായാഹ്നം രാത്രിയുടെ ഈ നിമിഷങ്ങളിൽ നിദ്രയിലേക്ക് സാവധാനം പോകുന്നതിന് മുൻപ് അവൻ നമ്മോട് ആവശ്യപ്പെടുന്നതും
നമ്മെ ഉപദേശിക്കുന്നതും ഇതുതന്നെയാണ്. നിൻ്റെ പഴയ കാലങ്ങളൊക്കെ നീ ഒന്ന് മറക്കുക. ദൈവം നിന്നോടൊപ്പം ഉണ്ടായിരുന്നു, പക്ഷെ നീ തിരിച്ചറിഞ്ഞില്ല. ജീവിതത്തിൻ്റെ ഏറ്റവും വ്യക്തമായ സുനിശ്ചിതമായ നിമിഷത്തിൽ അവൻ നിൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ നിൻ്റെ പഴയതെല്ലാം മറന്ന്, മോശമായ അവസ്ഥകൾ മറന്ന്, വരുവാനിരിക്കുന്ന നിത്യജീവൻ്റെ നാട്ടിലേക്ക്, ജീവനിലേക്ക് അവൻ നിന്നെ ക്ഷണിക്കുമ്പോൾ ഇതിൽ വലിയ ഒരു സന്തോഷം എന്താണ് എനിക്കുള്ളത്? നിദ്രയിലേക്ക് നാം കടക്കുമ്പോൾ സാവധാനത്തിൽ അവൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച് നാം ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ഓർക്കാൻ പ്രത്യേകമായിട്ട് എപ്രകാരമായിരുന്നു നിൻ്റെ ജീവിതം. ഈ ഒരു ദിനം കടന്നു പോകുമ്പോൾ ദൈവത്തിങ്കലേക്ക് അവൻ നിന്നെ ക്ഷണിക്കുമ്പോൾ നിന്നിൽ നിന്ന് നീ നഷ്ടപ്പെടുത്തിയ ദൈവത്തെ കണ്ടെത്തുവാനുള്ള ഒരു പരിശ്രമം നിൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? ഇരുളിൻ്റെ ഈ നിമിഷങ്ങളിൽ പ്രകാശമായി മാറുന്നവൻ നിൻ്റെ കൂടെയുള്ളപ്പോൾ നിൻ്റെ വൈകാരികമായ സമ്മർദ്ദങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ഈ ദൈവത്തെ തിരിച്ചറിയുവാൻ നിനക്ക് സാധിക്കാതെ പോകുന്നുണ്ടോ? സമർപ്പിക്കാം ഈ നിമിഷങ്ങളിൽ. ദിവ്യകാരുണ്യനാഥൻ ശക്തമായ സാന്നിധ്യമായി നമ്മോടൊപ്പം ഉള്ള നിമിഷങ്ങളാണിത്. തന്നെ പകുത്തു നൽകിയവൻ്റെ മുൻപിലേക്ക് നമ്മുടെ ജീവിതത്തെ നാം വച്ചുകൊടുക്കുവാൻ തയ്യാറാവുമ്പോൾ, എൻ്റെ ദൈവമേ, ഈ നിമിഷം വരെ നീ നൽകിയതെല്ലാത്തിനും നന്ദി എന്ന് പറയുമ്പോൾ, എൻ്റെ ദൈവമേ, വരുവാനിരിക്കുന്നൊരു ദിനത്തിലേക്ക് നന്മയോടെ പ്രകാശത്തിലേക്ക് തന്നെ സന്തോഷമായിരിക്കുവാൻ കൈപിടിച്ച് നടത്തണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്കൊന്നൊരുമിച്ച് ചൊല്ലാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം ദിവ്യകാരുണ്യനാഥനിലേക്ക് മാത്രമൊന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ കുടുംബത്തെ ഒന്ന് ഓർക്കാം, കുടുംബത്തിലെ ഓരോ അംഗത്തെയും ഓർക്കാം. ദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, ഹോസ്റ്റലുകളിലും മറ്റും നിന്ന് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവർ, ദൂരങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, എല്ലാവരെയും ഓർക്കാം. ദൈവത്തെ തിരിച്ചറിയാതെ പോയ നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തമ്പുരാനെ പുറത്ത് നിന്നിലേക്ക് ചേർത്ത് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന മക്കളെ പ്രത്യേകമായി ഓർക്കാം. അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, അവർ വസിക്കുന്നിടങ്ങൾ, അവരുടെ സംസർഗങ്ങൾ ദൈവമേ തെറ്റിപ്പോകല്ലേ എന്ന് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവരെ ഓർക്കാം. ഈ നിമിഷങ്ങളിൽ ആശുപത്രികളിലായിരിക്കുന്നവർ, വെന്റിലേറ്ററിലും ICUയിലുമൊക്കെ ആയിരിക്കുന്നവർ, അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന നഴ്സുമാർ, ഡോക്ടർമാർ, എല്ലാവരെയും പ്രത്യേകമായി നമുക്ക് ഓർക്കാം. യാത്ര ചെയ്യുന്നവരെ ഓർക്കാം, ജോലി ചെയ്യുന്നവരെ ഓർക്കാം, ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്തു പോകുന്നവരെ തമ്പുരാനെ കാത്തുകൊള്ളണമേ എന്നോർക്കാം. തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സർവരെയും സമർപ്പിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ മുറിക്കപ്പെടുന്ന സ്നേഹത്തിലേക്ക് ചേർത്ത് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മഗ്ദലന മറിയം മുൻപിലുണ്ടായിരിക്കട്ടെ. ജീവിതത്തിലെ മോശമായ അവസ്ഥകളെ, തങ്ങളുടെ ജീവിതത്തെ തകർത്തപ്പോൾ ദൈവത്തിൽ നിന്നും കൂടെയുള്ളവരിൽ നിന്നും അകന്നുപോയവരെ ഓർക്കാം നമുക്ക്. ദൈവമേ, ആരെങ്കിലുമൊക്കെ ഈ രാത്രിയിൽ നിന്നെ മറന്ന് മറ്റു വഴികളിലൂടെ സഞ്ചരിക്കുന്നുവെങ്കിൽ നിൻ്റെ സാന്നിധ്യം അവർക്ക് നൽകണമേ. നീ അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. മഗ്ദലന മറിയത്തെ സ്പർശിച്ച് ജീവിതത്തിൻ്റെ നന്മയിലേക്ക്, 7 പിശാചുക്കളിൽ നിന്ന് മോചിച്ച് വിശുദ്ധിയിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക്, സഹോദര സൗഹൃദത്തിലേക്ക് നീ കൊണ്ടുവന്നതുപോലെ അവരെ നീ കൊണ്ടുവരണമേ. ശരിയല്ലാത്ത ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ശീലങ്ങളിലൂടെ കടന്നു പോകുന്നവർ, മറ്റുള്ളവരെ തിന്മയിലേക്ക് നടത്തുന്നവർ, എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇരുള് തിന്മയുടെ അടയാളമാണെങ്കിൽ ദൈവമേ, ഈ രാത്രിയിൽ പ്രകാശമായി, സാന്ത്വനമായി, സംരക്ഷണമായി, രക്ഷയായി, സൗഖ്യമായി നീ അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥിക്കാം ഈശോയോട്. കുടുംബത്തിലുള്ള എല്ലാവരെയും ഒന്ന് ഓർക്കാം. നമ്മോടൊപ്പം ആയിരിക്കുന്നവരെ, ഈ ആരാധനയിൽ പ്രത്യേകമായി പങ്കുചേരുന്നവരെ എല്ലാവരെയും ഓർക്കാം. എല്ലാവരെയും ഈശോയുടെ ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സംരക്ഷണയിലുള്ള നല്ല ഒരു രാത്രി നിദ്ര, അതോടൊപ്പം തന്നെ രാവിലെ നല്ലൊരു ഉണർവ് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.